ചിരിച്ചു പോയതാണ്. 2 കേസുകളാണ് പീഡനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയത്. അതിൽ ജാമ്യം കിട്ടിയപ്പോൾ മാത്രമാണ് ഇങ്ങനെ വന്നിരുന്ന് ചായ കുടിക്കാനും ചിരിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചത്. മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് നിവർന്നു നിന്ന് ഉത്തരം പറയാൻ പോലുമുള്ള സാഹചര്യം രാഹുലിന് ഇപ്പോൾ ഇല്ല. പിന്നെ ഈ ചിരിയിൽ ഒതുക്കുക എന്നതിനപ്പുറത്തേക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ചെയ്യാനില്ല എന്നുള്ളതാണ്. MLA ആയി തുടരുമോ എന്നുള്ളതായിരുന്നു അറിയേണ്ടത്. അതിൽ പ്രത്യേകിച്ച് കമന്റൊന്നും പറഞ്ഞില്ല. അതും ചിരിയിൽ ഒതുക്കുകയാണ്. എല്ലാ സമയത്തും എല്ലാ ആരോപണങ്ങളും ഉയർന്നപ്പോഴും കോൺഗ്രസ് എടുത്ത് പുറത്തു കളഞ്ഞപ്പോഴും എല്ലാം ഈ ചിരിയിൽ നിൽക്കുകയാണ്. ആ ചിരി പക്ഷേ കോൺഗ്രസ് നേതാക്കളാണ് മറുപടി പറയേണ്ടത് എന്നതുകൂടിയാണ്. ഇത്ര ഈസി ആയിട്ട് അവിടേക്ക് വീണ്ടും വരുന്നു. പാർട്ടി ഓഫീസിൽ MLA ഓഫീസിലേക്ക് പോകുന്നു. വീണ്ടും പ്രവർത്തനത്തിൽ സജീവമായി പാലക്കാട് ഉണ്ടാകും എന്ന് പറയുന്നു. എന്തായിരിക്കും കോൺഗ്രസ് ഇതിൽ റിയാക്ട് ചെയ്യാന്നറിയണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ചായ കൂടി ഒരിക്കൽ കൂടി കാണാം. എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല എന്നാണ്. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ട് പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് കാണുന്നത്? അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു. മൈക്കൊന്ന് മറ്റേ ചായ കുടിക്കാം. രാഹുൽ ആ നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് ഇപ്പോ സസ്പെൻഷൻ എന്നുള്ള ഡിസ്മിസ് ആയി. അത് എങ്ങനെയാണ് ആളുകൾ രൂക്ഷമായി അവസാന ഘട്ടത്തിൽ രംഗത്ത് മുങ്ങി എന്നുള്ള പറയപ്പെടുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു. ഒളിവിലായിരുന്നു എന്നാണ് പറയുന്നത്. വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പാലക്കാടല്ലേ ഒന്നിനും ഇനി മറുപടിയില്ലാണോ? ഇനി മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ല എന്നാണ്. ഹലോ യെസ്, ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ചായ കുടിച്ചോ എന്ന് മാധ്യമങ്ങളോടും ചോദിച്ചു. അല്ലാതെ ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഉത്തരവുണ്ടായിരുന്നില്ല. 2 പീഡന കേസിലെ പ്രതിയാണ് ഇങ്ങനെ വന്നിരുന്ന് ചായ കുടിച്ച് പുച്ഛിച്ച് ചിരിച്ച് മാധ്യമങ്ങളെ കളിയാക്കി എണീറ്റ് പോകുന്നത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ചായ കുടിക്കാനൊക്കെ ഇറങ്ങി സാധാരണ നിലയിലേക്ക്, അതായത് ആദ്യത്തെ ആ വീട്ടിലെ 1 മാസത്തോളമുള്ള ഒളിവ് ജീവിതത്തിന് ശേഷം പിന്നീട് തിരിച്ചു പാലക്കാട് ഇതുപോലെ ചിരിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അടുത്ത കേസ് വരുന്നത്. കേസിന് ശേഷം കാണാതായ രാഹുലാണ് ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും ആ ചിരിയും ചിരിച്ച് ചായ കുടിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആദ്യം അദ്ദേഹം ആദ്യ ആരോപണങ്ങൾ വന്ന അന്ന് പരാതിയില്ല, ആരോപണങ്ങൾ വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരിച്ചു വരികയും MLA എന്ന നിലയ്ക്ക് സജീവമായിരുന്നു. ഇന്നും അദ്ദേഹം വോട്ട് ചെയ്ത് തൃശൂർ ഭാഗത്തേക്കാണ് വാഹനം നീങ്ങിയത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു അദ്ദേഹം നാട്ടിലേക്ക് പോവുകയാണോ അടൂരേക്ക് പോവുകയാണോ എന്നുള്ളത്. എന്നാൽ അദ്ദേഹം സ്ഥിരം ചായ കുടിക്കാറുള്ള മെഡിക്കൽ കോളേജിന് എതിർവശത്തുള്ള ഈ ഒരു ചെറിയ ഹോട്ടലിൽ കയറുകയും ചായയും പരിപ്പുവടയും കഴിച്ചു. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ പറയും, അതിനപ്പുറം ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. ഇനി പാലക്കാട് തന്നെ തുടരും, MLA ആയി പാലക്കാട് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ജീവിതം കോൺഗ്രസിനുള്ളതാണ്, മരണം വരെ കോൺഗ്രസുകാരനായി തുടരും എന്ന് പറഞ്ഞയാളെ കോൺഗ്രസ് എടുത്ത് പുറത്തിട്ടിട്ട് ആ ചോദ്യത്തിന് പോലും ഒരു മൂളല് പോലും ഉണ്ടായില്ല രാഹുലിന്റെ ഭാഗത്ത് നിന്നല്ലേ? തീർച്ചയായും കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കി, സസ്പെൻഷൻ എന്നല്ല പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഈ ചിരിച്ചുകൊണ്ട് ചായ കുടിക്കുക മാത്രമാണ് രാഹുൽ ചെയ്തത്. മറ്റൊരു മറുപടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയില്ല. അദ്ദേഹം അതിന് വിഷമമുണ്ട് എന്നോ ഇല്ലെങ്കിൽ പാർട്ടി തന്നെ മനസ്സിലാക്കുമെന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല. അദ്ദേഹം കോടതിയിൽ കേസുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ആഴ്ചകൾക്ക് ശേഷം
ശേഷം അദ്ദേഹം വീണ്ടും MLA ഓഫീസിൽ എത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമീപത്തെ വീട്ടിൽ എല്ലാം കയറിയിരിക്കുന്നു. സമീപത്തെ വീട്ടിൽ, അതായത് MLA ഓഫീസിന്റെ തൊട്ട് എതിർവശത്തുള്ള വീട്ടിലാണ് MLA കയറിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയിരിക്കുന്നത്. അദ്ദേഹം ഈ അയൽവാസികളായ MLA ഓഫീസിന്റെ അയൽവാസികളായ ആളുകളുമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷം 14 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും MLA ഓഫീസിലേക്ക് വരികയാണ്. MLA ഓഫീസിലേക്ക് രാഹുൽ ആ ഷോ തുടരുകയാണ് എന്നുള്ളതാണ് വളരെ നോർമലായിട്ട്. ഇതേ വീടിന് തന്നെ മുൻവശം ഇതിനു മുൻപും കണ്ടതുപോലെ ഓർക്കുന്നു. തിരിച്ച് പാലക്കാട്ടേക്ക് എത്തിയ സമയത്ത് വന്ന് സംസാരിച്ചത് ഓർക്കുന്നു. അതേ വീട്ടിൽ വീണ്ടും കയറി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഷോയാണ് കാണുന്നത്. നേരത്തെ സാജിദ് പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള പ്രതികരണം, ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് പോലും കൃത്യമായ പ്രതികരണം ഉണ്ടായിരുന്നില്ല. അവിടെ ചായക്കടയിൽ കാണിച്ച ഷോ നമ്മൾ കണ്ടു. അതിനുശേഷം ഇതാ MLA ഓഫീസിന് മുന്നിൽ രാഹുൽ ഇറങ്ങി നടക്കുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ 2 പീഡന കേസിൽ പ്രതിയായിരിക്കുന്ന, ഹൈക്കോടതിയിൽ കേസിരിക്കുന്ന ആളാണ്. പക്ഷേ ആ പരാതി നൽകിയ ശേഷം രാഹുൽ ഒളിവിൽ പോയി എന്ന രീതിയിൽ എവിടെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടതില്ലേ?